അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ മുരളി ബിസ്ക്കറ്റ് എറിയുന്നതും കാത്ത് കാക്കക്കൂട്ടം വന്നെത്തുന്നത് പതിവാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ആഫി തിയേറ്ററിലെ ഹൃദ്യമായ പുലർക്കാഴ്ച കാഴ്ചയാണിത്. കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കടയിലെ ജീവനക്കാരനായ മുരളി എന്ന 55 വയസ്സുകാരൻ കഴിഞ്ഞ 7 വർഷമായി കാക്കകളെ വിരുന്നൂട്ടുന്നു. രാവിലെ പുഴയോരത്ത് വന്നിരിക്കാറുള്ള മുരളി ആദ്യമൊക്കെ തെരുവു നായ്ക്കൾക്കാണ് ബിസ്ക്കറ്റ് നൽകിയിരുന്നത്. പിന്നെ കാക്കകളും ബിസ്ക്കറ്റ് തിന്നാൻ എത്തിത്തുടങ്ങി. ചന്ത ദിവസങ്ങളായ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒഴികെ മറ്റു ദിവസങ്ങളിലെല്ലാം മുരളി കാക്കകൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനെത്തും. ആദ്യമായിട്ട് പട്ടികൾക്കായിരുന്നു. പിന്നെ പട്ടികൾ പോയ ശേഷം പിന്നെ കാക്കകളായി. പിന്നെ കാക്ക സ്ഥലം വന്നു തുടങ്ങി. പിന്നെ അതൊരു ശീലമായി മാറി. ഒരു 6-7 വർഷമായി പക്ഷി പഠിത്തം വലിയ താല്പര്യമായിരുന്നു. പിന്നെ കാക്കകളെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് സ്ഥിരമായി അത് കൊടുത്തു തുടങ്ങി. പിന്നെ ഒരു ദിവസം കൊടുക്കാണ്ടിരുന്നാൽ അവർക്ക് ആകെ വിഷമാണ്. തലയിലൊക്കെ വന്നിരുന്ന് കൊത്താറുണ്ട്. ഞാൻ സ്ഥിരം അതിലാണ് വരുന്നത്. അവിടുന്ന് പിന്നാലെ വരും കാക്ക സൈക്കിൾ കണ്ടാല്. രാവിലെ 7 മണിയോടെ മുരളിയെ കാത്ത് കാക്കകൾ വന്നിരിപ്പുണ്ടാകും. മുരളി വന്നെത്തുന്നതോടെ പുഴയോരത്തെ കൈവരികളിൽ കാക്കക്കൂട്ടം ഹാജരാകും. ദിവസവും 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മുരളി കാക്കകൾക്കായി കരുതാറുണ്ട്. പക്ഷികളിൽ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന കാക്കകൾ മനുഷ്യരോട് പൊതുവെ അകലം പാലിക്കാറാണ് പതിവ്. എന്നാൽ എന്നും ഭക്ഷണം വിളമ്പുന്ന മുരളിയോട് ചങ്ങാത്തം കൂടാൻ ഇവയ്ക്ക് മടിയേതുമില്ല. കണ്ണൂരിലെ തലശ്ശേരി സ്വദേശിയായി മുരളി കഴിഞ്ഞ 12 വർഷമായി കൊടുങ്ങല്ലൂരിലെ കുന്നംകുളത്താണ് താമസം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.